വേനൽക്കാലത്ത് കുതിച്ചുയർന്ന വൈദ്യുതി ഉപഭോഗത്തിൽ പകച്ച KSEBിക്ക് 200 മെഗാവാട്ട് പുനഃസ്ഥാപിച്ചത് തെല്ലൊന്ന് ആശ്വാസമായി. വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയ്ക്ക് അരമണിക്കൂറോളം നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB ഉന്നതതല യോഗം തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നതിനിടെയാണ് കൂടംകുളം ആണവ നിലയം, ഒഡീഷയിലെ താൽച്ചർ താപനിലയം എന്നിവിടങ്ങളിൽ നിന്നായി 200 മെഗാവാട്ട് വൈദ്യുതി എത്തിയത്. വേനൽ മഴ കൂടി അനുഗ്രഹിച്ചതോടെ പ്രതിസന്ധി വീണ്ടും ഉണ്ടാകില്ല എന്ന വിലയിരുത്തലിലാണ് KSEB. എങ്കിലും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മുന്നിൽ കണ്ട് നടപടികൾ സ്വീകരിച്ചില്ല എന്ന ആരോപണം തുടരുകയാണ്. ഉപഭോഗത്തിൽ ഇനിയും വർധന ഉണ്ടാവുമോ? വൈദ്യുതി സർചാർജ് എത്ര കണ്ടു വർദ്ധിക്കും? പ്രതിസന്ധി പരിഹരിക്കാൻ KSEBിയുടെ കയ്യിൽ എന്തുണ്ട് എന്നീ തുടർ ചർച്ചകളും പൊടിപൊടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സ്പോട്ട്ലൈറ്റ് അന്വേഷിക്കുന്നു. വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കാണുന്നതിൽ KSEBിക്ക് പിഴച്ചു. കനത്ത ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം വീണ്ടും റെക്കോർഡ് ഭേദിച്ച് മുന്നേറുകയാണ്. ചൊവ്വാഴ്ച സംസ്ഥാനത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 118.26 ദശലക്ഷം യൂണിറ്റായി. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപയോഗമാണിത്. 2024 മെയ് 3 റെക്കോർഡ് വൈദ്യുതി ഉപയോഗം ഈ മാസം 18-നാണ് മറികടന്നത്. അതാണ് ചൊവ്വാഴ്ച വീണ്ടും തിരുത്തിയത്. വൈകിട്ടത്തെ വൈദ്യുതി ആവശ്യകതയും സർവകാല റെക്കോർഡിലെത്തി. 6037 മെഗാവാട്ടാണ് ചൊവ്വാഴ്ച ആവശ്യം വന്നത്. ഉപയോഗിച്ചതിൽ 78% വൈദ്യുതിയും പുറം സംസ്ഥാനത്ത് നിന്ന് വില കൊടുത്തു വാങ്ങിയതാണ്. 26.47 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ചത്. 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് വില കൊടുത്തു വാങ്ങിയത്. ലോഡിനനുസരിച്ച് വൈദ്യുതി നൽകാൻ KSEBിക്കില്ല. ഇതേ തുടർന്ന് പല സ്ഥലത്തും ട്രാൻസ്ഫോമറുകൾ ട്രിപ്പായി വൈദ്യുതി മുടങ്ങിയതോടെ അപ്രഖ്യാപിത പവർ കട്ട് എന്ന പ്രചാരണവും ഉണ്ടായി. 2024 116 ദശലക്ഷം യൂണിറ്റ്, 2025 102 ദശലക്ഷം യൂണിറ്റ്, 2026 119 ദശലക്ഷം യൂണിറ്റ്. ഈ കണക്കുകൾ വിലയിരുത്തുമ്പോൾ കേരളത്തിൽ വലിയ തോതിൽ പ്രതിദിന വൈദ്യുതോപഭോഗം ഒന്നും കൂടിയിട്ടില്ല. 116 ദശലക്ഷം യൂണിറ്റ് റിപ്പോർട്ട് ചെയ്ത 2024 പാചകവാതക പ്രതിസന്ധിയോ യുദ്ധമോ ഉണ്ടായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. 2024-നേക്കാൾ 3 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് ഈ വർഷം അധികമായി ഉപയോഗിക്കപ്പെട്ടത്. ആ വർഷം വൈകുന്നേരങ്ങളിലെ പരമാവധി ആവശ്യകത 5797 മെഗാവാട്ടായിരുന്നു. 2 വർഷം കൊണ്ട് ഈ ആവശ്യകതയിൽ 400 മെഗാവാട്ടിന്റെ വർധനവുണ്ടായി. സ്വാഭാവികമായ വർധനവ് തന്നെയാണിത്. അതേസമയം KSEB അവകാശപ്പെടും പോലെ ഇൻഡക്ഷൻ കുക്കറുകളുടെ അമിതമായ ഉപഭോഗം സൃഷ്ടിക്കുന്ന കനത്ത ആഘാതം കണക്കുകളിൽ കാണുന്നുമില്ല. പാചകവാതക പ്രതിസന്ധി കാരണം 12 ലക്ഷം ഇൻഡക്ഷൻ കുക്കർ വിൽക്കപ്പെട്ട കണക്ക് വിശ്വസിക്കുകയാണെങ്കിൽ മണിക്കൂറിൽ 2400 മെഗാവാട്ട് ലോഡ് ഇൻഡക്ഷൻ കുക്കറിന്റെ സംഭാവനയായി ഉപഭോഗത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. യൂണിറ്റിൽ കണക്കായതിനാൽ ഇത് 4.8 ദശലക്ഷം യൂണിറ്റാണ്. അങ്ങനെയെങ്കിൽ 2024 ഉപയോഗം അടിസ്ഥാനമാക്കിയാൽ ഇപ്പോഴത്തെ ഉപഭോഗം 120.8 ദശലക്ഷം യൂണിറ്റിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ 119 ദശലക്ഷം യൂണിറ്റിലാണ് നമ്മുടെ ഉപഭോഗം. അതിനർത്ഥം ഈ ഇൻഡക്ഷൻ കുക്കർ 1 മണിക്കൂർ പോലും ആരും ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ. മാത്രമല്ല, രാവിലെ പാചകം ചെയ്യുന്നവർക്ക് പീക്ക് സമയത്തെ വൈദ്യുതി അടുപ്പ് ഉപഭോഗം തുലോം കുറവായിരിക്കും. ജനങ്ങളുടെ അമിതോപയോഗം മൂലമാണ് വൈദ്യുതി മുടങ്ങുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. വാസ്തവം അങ്ങനെയല്ല. ജനങ്ങളുടെ ഭാഗത്ത് അമിത ഉപയോഗമുണ്ട്. പക്ഷേ നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിലും നയപരമായ തീരുമാനമെടുക്കുന്നതിലും സർക്കാരിന് വീഴ്ചയുണ്ട്. KSEB തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ പരാമർശങ്ങളുള്ളത്. പശ്ചിമേഷ്യൻ യുദ്ധം മുതൽ കൊടും വേനൽ വരെയുള്ള ഘടകങ്ങൾ മാത്രമല്ല ലോഡ് ഷെഡിങ്ങിന് കാരണമെന്നാണ് KSEB റിപ്പോർട്ട്. പഞ്ചാബും മധ്യപ്രദേശുമായുള്ള സ്വാപ്പ് വൈദ്യുതി കരാർ പൊളിഞ്ഞത് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമാണ്. ഇതുവഴി നഷ്ടമായത് 400 മെഗാവാട്ട് വൈദ്യുതി. 15 വർഷത്തേക്ക് 500 മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാനുള്ള കരാർ നടപടികളും റദ്ദായി. കൂടിയ വിലയ്ക്ക് 850 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള ഹ്രസ്വകാല കരാർ നടന്നില്ല. വില സംബന്ധിച്ച തർക്കം കാരണം ടേം എഹെഡ് മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുമായില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു. 2026 മെയ് വരെയുള്ള വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ വിവിധ കരാറുകൾക്ക് അംഗീകാരം തേടി 2025 ജൂലൈയിൽ KSEB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. ഇതിൽ ഈ ഏപ്രിലിൽ പ്രതീക്ഷിച്ച ഉയർന്ന പ്രതിദിന വൈദ്യുതി ആവശ്യം 11.840 കോടി യൂണിറ്റ് ആയിരുന്നു. പീക്ക് സമയത്തെ ആവശ്യകത 5928 മെഗാവാട്ടും. മെയ്യിലാകട്ടെ ഇത് യഥാക്രമം 12.1 കോടി യൂണിറ്റും 6118 മെഗാവാട്ട് വീതവും.
വൈദ്യുതി ഡിമാൻഡിന്റെ കണക്കാണ് മെഗാവാട്ടെങ്കിൽ ഉപഭോഗമാണ് യൂണിറ്റിൽ പറയുന്നത്. 2025-ലെയും അതിന് മുൻ വർഷങ്ങളിലെയും വേനൽക്കാലങ്ങളിലെ താരതമ്യം ചെയ്ത റെഗുലേറ്ററി കമ്മീഷൻ ഈ കണക്കിൽ സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ വൈദ്യുതി മന്ത്രി നേരിട്ടിടപെട്ടപ്പോഴാണ് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകാരം നൽകിയത്. വൈദ്യുതി കമ്പി അതിരൂക്ഷമായിരിക്കെ ഈ മാസം 8-ന് വൈദ്യുതി വാങ്ങാനായി നൽകിയ KSEBയുടെ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിച്ചത് 25-നായിരുന്നുവെന്നത് സ്ഥിതി വഷളാക്കി. പ്രതിദിന വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് തകർത്ത് 11.82 കോടി യൂണിറ്റ് ആയതോടെ KSEBയുടെ വിലയിരുത്തൽ ശരിയാണെന്ന് തെളിഞ്ഞു. വളരെ പരിമിതമായ വഴികൾ മാത്രമാണ് മുന്നിലുള്ളത് എന്നാണ് KSEBയുടെ വിലയിരുത്തൽ. ഉൽപാദനം കൂട്ടുകയാണ് ഒന്ന്, പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയാണ് മറ്റൊന്ന്. സംസ്ഥാനത്തെ വൈദ്യുതി ലൈനുകളുടെ ശേഷി അനുസരിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്നതിൽ നിലവിൽ നിയന്ത്രണമുണ്ട്. 4400 മെഗാവാട്ട് വൈദ്യുതി മാത്രമേ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാനാകൂ. ജലവൈദ്യുതി പദ്ധതികളിലൂടെ ലഭിക്കുന്നത് 1600 മെഗാവാട്ടും. രണ്ടും കൂടി ചേർത്താൽ 6000 മെഗാവാട്ടിന്റെ വൈദ്യുതി കൈകാര്യം ചെയ്യാനുള്ള വിതരണ ശൃംഖലാശേഷിയെ സംസ്ഥാനത്തുള്ളൂ. ഈ അവസ്ഥയിലാണ് വൈദ്യുതി ഉപഭോഗം 6000 മെഗാവാട്ട് കടക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ലൈനുകളുടെയും 400 kV സബ് സ്റ്റേഷനുകളിലെയും ശേഷി വർദ്ധിപ്പിക്കുക എന്ന പരിഹാരമാണ് KSEBക്ക് മുന്നിലുള്ളത്. ഏതായാലും സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്കുള്ള ശാശ്വത പരിഹാരമല്ല ഇപ്പോൾ ലഭിച്ച 200 മെഗാവാട്ട് വൈദ്യുതി. വേനൽ മഴ കൂടി കനത്താൽ പ്രതിസന്ധിയിൽ നിന്ന് ഈ വർഷം കരകയറാനായേക്കും. വൈദ്യുതി ഉപഭോഗം മുൻകൂട്ടി കണ്ടിരുന്നെങ്കിലും വൈദ്യുതി ലഭ്യത ഉറപ്പാക്കുന്നതിൽ KSEBക്ക് വീഴ്ച വന്നിട്ടുണ്ട്. നടപടികൾ അല്പം വൈകിച്ചതിൽ റെഗുലേറ്ററി കമ്മീഷനും ഉത്തരവാദിത്തമുണ്ട്. പ്രതിസന്ധി രൂക്ഷമാകില്ലെന്ന് പ്രതീക്ഷിച്ച് സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.